ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്നും ഒരു ടിപ്പുമായിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇത് നാഗവല്ലിയാണോ എന്നൊക്കെ കേട്ടോ. ചില സമയത്ത് ഞാനങ്ങ് നാഗവല്ലിയാകും കേട്ടോ. നാഗവല്ലി ഭദ്രകാളിയായി തീരും ചില സമയങ്ങളിൽ. ഇപ്പോൾ എന്തായാലും നാഗവല്ലിയല്ല. ഇന്ന് നമ്മുടെ കാർക്കൂന്തൽ കിളിർപ്പിക്കാനൊക്കെ തുടങ്ങിയല്ലോ കേട്ടോ. കാർക്കൂന്തൽ കുറച്ചൊക്കെ കിളിർത്തൊക്കെ വന്നു. അതൊരാശ്വാസമൊക്കെ ഉണ്ട്, എനിക്ക് ചെറിയൊരാശ്വാസമൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്നതിന് ഇച്ചിരിയെങ്കിലും ഒരു റിസൾട്ട് കിട്ടിത്തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ. വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യാൻ, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സന്തോഷമാണല്ലോ. സന്തോഷമായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരോ പായ്ക്കലിട്ട് ഇത്തിരിയെങ്കിലും ഒന്ന് കിളിർപ്പിക്കാനൊക്കെ ഞാൻ നോക്കുകയാണ്. ഇന്ന് നമ്മുടെ കാർക്കൂന്തലൊക്കെ കിളിർപ്പിക്കാനുള്ള ടിപ്പുമായിട്ടാണ് വന്നത്. എന്നെ പോലെ മൊട്ടച്ചിയായിട്ട് കഴിയുന്നവർക്കൊക്കെ ഒരാശ്വാസം, ഇതൊക്കെ ചെയ്താൽ ഒരു വ്യത്യാസം ഒക്കെ കിട്ടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പാത പിന്തുടരൂ. ഇത് തേച്ചാൽ നമുക്ക് നല്ല മുടിക്കൊക്കെ നല്ല ഷൈനിങ് ഒക്കെ കിട്ടും. ഉള്ള മുടിച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നിക്കും കേട്ടോ. ഇത് ചെയ്താൽ ഇത്തിരി നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനൊന്ന് ചെയ്തിട്ട് പോയാൽ ഇത്തിരി ഉള്ള മുടി ഇച്ചിരി വലുതായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഇരിക്കും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ പായ്ക്കൊക്കെ തയ്യാറാക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പോവാം, എന്തൊക്കെയാണ് എടുത്തേക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഒന്ന് കണ്ടിട്ട് പോവാം. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാർക്കൂന്തലിനകത്ത് ഇടാനുള്ള സാധനമൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ തയ്യാറാക്കി ഈ വെള്ളത്തിനകത്ത് ഇട്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ ചെറുപയറാണ് കേട്ടോ. ചെറുപയർ നന്നായിട്ട് കുതിർന്നൊക്കെ വന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സൂത്രപ്പണിയൊക്കെ ചെയ്യണം കേട്ടോ. ഇത് അരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു മുട്ടയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ വെള്ളം തന്നെ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഈ ഫുൾ വെള്ളമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ പയറൊന്ന് അരച്ച് വരണമല്ലോ, അരച്ചെടുക്കണമല്ലോ. ഇതൊന്ന് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരാം. മുട്ടയും കൂടി ഇതിനകത്തോട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ സുജാത ചേച്ചിയുടെ മോളെ നന്നായിട്ട് അരച്ച് തന്നു കേട്ടോ. മുട്ടയും നമ്മുടെ പയറും കൂടെ നന്നായിട്ട് അരച്ച് തന്നു. കുറച്ച് വെള്ളം ഒഴിച്ചരച്ചാൽ മതി കേട്ടോ. നമ്മുടെ മുട്ടയുടെ ആ ഒരു വെള്ളവും എല്ലാം കൂടെ ആകുമ്പോൾ കറക്റ്റാവും. നമ്മൾ ഒരുപാട് അങ്ങെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ കൂടിയൊക്കെ അഞ്ഞ് പോരും കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മളൊരു വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂളാണ്. എനിക്ക് ഒരെണ്ണം മതി കേട്ടോ. എനിക്കും അതിനു വേണ്ടി മുടിയൊന്നുമില്ല. എൻ്റെ ഈ മുട്ടത്തലയ്ക്ക് ഈ ഒരെണ്ണം തന്നെ ധാരാളമാണ് കേട്ടോ. നിങ്ങൾ മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ കുത്തിപ്പൊട്ടിച്ചൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. സുപ്പുവിൻ്റെ മുടിക്ക് ഇത് മതി, ഒരെണ്ണം മതി. ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെച്ചേക്കണം കേട്ടോ. 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മുട്ട ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ട് അരച്ചതിന് കാരണം മിക്സ് ആവുമല്ലോ. നമ്മളല്ലാതിട്ട് തട്ടിപ്പൊട്ടിച്ച് ഇങ്ങനെ ഇട്ട് ഇളക്കുന്നതിനെക്കാട്ടിലും ആ പയറിൻ്റെ കൂടെ തന്നെ നമുക്ക് അരഞ്ഞ് വരുന്നതല്ല, മിക്സായി വരും കേട്ടോ. ഇതൊരു 5 മിനിറ്റ് നമുക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുട്ടത്തലയെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇത്തിരി നേരം ഒന്ന് ഇരിക്കട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ പായ്ക്കൊക്കെ കണ്ടല്ലോ, അരച്ചെടുത്തുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇത്തിരി നേരം ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചിരുന്നിട്ടാണ് വന്നത്. മുട്ടയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പഴയതൊക്കെ ഇട്ടാൽ മതി. മുടിയെന്ന് കുറച്ചെങ്ങനെ വീഴുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഏത്താപ്പൊക്കെ വാരി ചുറ്റിക്കൊണ്ട് നിങ്ങൾ വന്ന് നിന്ന് ചെയ്തോ കേട്ടോ. രാവിലെ തന്നെ ഞാൻ എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിച്ചിട്ട് വീണ്ടും നമ്മൾ ചെയ്യാൻ പോകും. രാവിലെ നമുക്ക് ഈ പായ്ക്കൊന്നും ഇടാനൊക്കത്തില്ല. അടുക്കളയിൽ നമുക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ. രാവിലെ കുളിച്ചു. അതുകൊണ്ട് എണ്ണയൊക്കെ തേച്ച് കുളിച്ചു. നന്നായിട്ട് ഉണങ്ങി, മുടി ഇപ്പോൾ ഉണങ്ങിയിരിക്കുകയാണ്. എണ്ണയൊക്കെ തേച്ചുകൊണ്ടല്ലോ, എണ്ണമയം ഉണ്ട് എൻ്റെ മുടിയിൽ. ഇനി നമ്മുടെ ആ പായ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ പായ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് സംഭവം. കിടുവാണ് കേട്ടോ. ഈ കുറച്ച് മുടിയൊക്കെ ഉള്ളവർക്ക് പേനൊന്നും അല്ല പിള്ളേർ, എന്തോ ഒന്ന് ചൊറിഞ്ഞതാ. ഈ മുടി ഈ കാർക്കൂന്തലിനകത്ത് ഒരു വട്ടം പൂച്ചാൽ ഇതിനകത്ത് പേമരത്തിലാട്ടോ. വേറെ എന്തോ എനിക്കൊന്ന് ചൊറിഞ്ഞു, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഈ ഒരു പായ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മുട്ടയും ചെറുപയറും വൈറ്റമിൻ ഇ ക്യാപ്സുകൾ നമ്മൾ ഇട്ട് വെച്ചിരുന്ന സംഭവത്തേക്ക് ഇടുവായിട്ട് 5 മിനിറ്റ് ആയപ്പോൾ നമുക്ക് കിട്ടി. ഈ ഒരു പായ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ മുട്ട തല്ലി പൊട്ടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഷാളൊക്കെ ഇതേപോലെ ഒരു ഏത്താപ്പൊക്കെ, ഞാൻ ഏത്താപ്പം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഏത്താപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഫുള്ള് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുതെന്ന് വെച്ചാൽ മുട്ടയ്ക്കകത്തൊക്കെ വെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഊറ്റിയെടുത്തിട്ട് അങ്ങനെ കുറേശ്ശെ നമ്മൾ നന്നായിട്ട് അരച്ചിടും. നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. എൻ്റെ സുജാത ചേച്ചിയുടെ കൊച്ചുമോള് തന്നെയാണ് നന്നായിട്ട് അരച്ച് തരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫുള്ളൊന്ന് തേച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ആരും ഇനിയിപ്പം വിഷമിക്കേണ്ട, കുറച്ചൊക്കെ നമുക്കൊരു വ്യത്യാസമൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ചെയ്യാം. നമ്മുടെ മുടിയുടെ കൊഴിച്ചിലും ഒക്കെ നിൽക്കും കേട്ടോ. മുടി കൊഴിച്ചിലും മുടിയുടെ അറ്റമൊക്കെ പിളർന്നു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാർക്കൂന്തൽ ഒരുപാടുള്ളത് കൊണ്ട് പിന്നെ നമ്മുടെ അറ്റമൊന്നും പിളർന്നൊന്നും പോകാറില്ല. ഉള്ള മുടിക്ക് എന്തായാലും ഒരു ജീവനും പ്രാണനും ആക്കണം, അതേ ഉള്ളൂ ആഗ്രഹം. നിലത്തഴഞ്ഞില്ലെങ്കിലും നമുക്ക് അതൊക്കെയുള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ ഞാൻ വേഗത്തിൽ ഇതൊന്ന് സെറ്റാക്കി മൊത്തത്തിൽ ഒന്ന് പരത്തിയിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും കേട്ടോ. ഇപ്പം കണ്ട ഒരു രസമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ സാമ്പാർ നമ്മുടെ മുടിയിൽ അരച്ച് ഇലക്കി ഒഴിച്ചേക്കുന്ന ഒരു ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മുടി കണ്ടിട്ട് അല്ലേ, എൻ്റെ മുടി കണ്ടിട്ട് ഇപ്പം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് നമുക്ക് ബാക്കി വരുന്നത് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ള് തീർന്നിട്ടില്ല, കുറച്ചും കൊണ്ട് മുടിയുടെ ഉൾവശത്തോട്ടൊക്കെ നമുക്ക് ആ സ്കാർപ്പിലോട്ടൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ആരും വിഷമിക്കേണ്ട, കുറച്ചൊക്കെ നമുക്ക് വ്യത്യാസം ഇങ്ങനെ ഓരോ പായ്ക്കളും നമ്മളിടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വ്യത്യാസം കിട്ടും. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കൊരു വ്യത്യാസവും കിട്ടത്തില്ല. തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാരി പരട്ടിക്കൊണ്ടേയിരിക്കണം. പൊതുവേ ചിലർക്ക് മുടി വളരാനും ഇത്തിരി പാടാണ്. എന്നെ പോലെ മുടിയൊക്കെ ചുരുണ്ടവരാണെങ്കിൽ മുടി കിളിർക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ അറിയാൻ പറ്റത്തില്ല. വലിച്ചൊക്കെ നീട്ടിയാലേ നമുക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്കൊരു തുണിയിൽ വെച്ച് അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. പക്ഷേ ഇതിപ്പോൾ എനിക്ക് നന്നായിട്ടിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടിയിൽ നിന്ന് പോകാൻ വലിയ പാടൊന്നുമില്ല എനിക്ക്. ചിലർക്ക് ഈ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിനൊക്കെ ഈ ഒരു മൂർച്ചയില്ലാതൊക്കെ ഇരിക്കത്തില്ല. അപ്പോഴങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു തരിയായിട്ടൊക്കെ കിടക്കും. അങ്ങനെയൊക്കെ ഉള്ളവർ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കൂ. നിങ്ങൾക്ക് പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി വരുമ്പോൾ നമുക്കിങ്ങനെ പുരട്ടാം കേട്ടോ. മുടിയിൽ ഇങ്ങനെ പുരട്ടാം. തീർന്നു ഏകദേശം വെള്ളം നമ്മൾ ഇങ്ങനെ തേച്ച് മുടിയൊക്കെ ഉണങ്ങുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. കുറച്ച് മുടിയുള്ളവരാണെങ്കിലും കൂടുതലായിട്ട് നമുക്ക് തോന്നിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയൊന്ന് ചെയ്തിട്ട് യാത്രയൊക്കെ പോയിക്കോളൂ കേട്ടോ. അപ്പോഴത് ഏകദേശം നമ്മുടെ എനിക്ക് തോന്നുന്നു ഞാനത് അളവായിട്ടൊന്നും കറക്റ്റ് അളന്നൊന്നും അല്ല ഞാൻ എടുത്തിരുന്നത് പയറ് കുറച്ച് കേട്ടോ. അങ്ങനെ ഞാൻ അളവായിട്ടൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ഒരു പിടിയൊക്കെ നമുക്കറിയാമല്ലോ, അത്രയേ ഉള്ളൂ. അങ്ങനെ അളവായിട്ടൊന്നുമല്ല. പിന്നെ ഒരു മുട്ടയും ചേർത്ത് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോഴിനി നമുക്ക് പിന്നെ കെട്ടിപ്പോക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ മുടി ഒന്നാടെ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ നേരത്തൊക്കെ ആകുമ്പോഴേ നമുക്കിങ്ങനെ ഇതൊന്ന് 10-25 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ വെച്ചിരുന്നിട്ട് നമുക്ക് കഴുകി കൊടുക്കാം. കഴുകിക്കളഞ്ഞ് ഉണങ്ങിയൊക്കെ വരുമ്പോൾ നല്ല ഇതായിട്ട് കിടക്കും കേട്ടോ. മുടി നന്നായിട്ട് ഇതായിട്ട് കിടക്കും. ഇനി കഴുകി കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോഴേ 10-25 മിനിറ്റ് കഴിഞ്ഞ് ഞാനങ്ങ് കഴുകിക്കളയും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മുടി എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേ ഒലിച്ചൊക്കെ ഇറങ്ങുന്നത്. എന്തായാലും ഇത്തിരിയൊക്കെ ഒരു വെള്ളത്തിൻ്റെ ഇത് നമ്മുടെ കഴുത്തിലോട്ടും ഉടുപ്പിനകത്തോട്ടൊക്കെ വീഴും. അതാണ് ഞാൻ പറഞ്ഞ ഷാളൊക്കെ ഇട്ടിട്ട് ചെയ്യണമെന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് മുടിക്ക് നല്ല വ്യത്യാസം കിട്ടും. എനിക്ക് നേരത്തേനെ അപേക്ഷിച്ച് ആ മുടിക്കേച്ചി ഒരു കറുപ്പ് ഇത്തിരി ഒട്ടും നേരത്തെ ജീവനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്തിരിയൊക്കെ ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തായാലും ഇനി ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഒന്നും ചെയ്തുകൊണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മുടിക്കായിട്ട് നമ്മൾ ഒന്നും ചെയ്തിരുന്നില്ല, നോക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ
കുറച്ച് ഒത്തിരിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് വേണമെന്നൊരാഗ്രഹം കേട്ടോ. അതാണ്. അപ്പോൾ 2 പ്രാവശ്യം നമ്മുടെ മുടിയുടെ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞായിരുന്നു. ഇത് പായ്ക്കൊക്കെ ഇട്ട് തുടങ്ങിയപ്പം തന്നെ. പിന്നെ വീണ്ടും കിളിർത്ത് വന്ന നമ്മുടെ മുടിയായത് കേട്ടോ. 2 പ്രാവശ്യം ഒന്ന് മുടി മുറിച്ചായിരുന്നു തുമ്പൊന്ന്. പക്ഷെ നന്നായിട്ട് കയറ്റി വെട്ടി തന്നെ ചെയ്തായിരുന്നു. പിന്നെ വന്ന മുടിയായത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് സാദാ വെള്ളത്തിൽ, ഷാമ്പൂ ഒന്നും ഇല്ലാതെ സാദാ വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പായ്ക്കുകളൊക്കെ ചെയ്തിട്ട് നമ്മളെ മുടി നന്നായിട്ട് ഉണക്കി വെച്ചതിന് ശേഷം മാത്രം പിടിച്ചൊക്കെ കെട്ടി വയ്ക്കുക. ചീവി പറക്കിയൊക്കെ കെട്ടി വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ഉണങ്ങാതൊക്കെ ഇരുന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പിന്നെയും വീണ്ടും തലയ്ക്കും മുടിക്കുമൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള പായ്ക്കുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് മുടി വിടർത്തിയിട്ട് ഫാനിൻ്റെ വെയിലത്തൊന്നും ചെന്ന് നിൽക്കേണ്ട, കറുത്ത് പോകും. നമ്മളൊക്കെ ഈ പായ്ക്കുകളൊക്കെ ഇട്ട് ഇത്രയും വെളുത്തൊക്കെ വരുമ്പം നമ്മൾ വെയിലത്തൊന്നും ചെന്ന് നിൽക്കേണ്ട. വെയിൽ കൊള്ളണം. രാവിലത്തെ സുപ്പുവിൻ്റെ കൂട്ട് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ സുപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ചുമ്മാ രാവിലെ സൂര്യപ്രകാശം കൊള്ളണം കേട്ടോ. അപ്പോഴെനിക്ക് കഴിഞ്ഞ ആഴ്ച അതിനങ്ങേ ആഴ്ചയൊക്കെ നല്ല ക്ഷീണമുണ്ട്, ശരീരത്തിന് ഭയങ്കര തളർച്ചയാണെന്നൊക്കെ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഇതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഞാനിപ്പം വെയിലൊക്കെ കൊള്ളുന്നു. ഇപ്പം ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മെലിഞ്ഞു പോയി കേട്ടോ. ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷുഗർ ഇച്ചിരി ഫാസ്റ്റിങ്ങിൽ തന്നെ കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ കുറച്ച് ചെറുതായിട്ടൊക്കെ ആഹാരം നമ്മൾ കഴിക്കാൻ നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഷുഗർ എന്തായാലും കുറഞ്ഞൊക്കെ വരും. ഞാൻ ഇതുവരെ മരുന്നൊന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. മരുന്നൊക്കെ എടുത്ത് നമ്മളങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഇതിൽ മുക്കൂറ്റിയിട്ട വെള്ളവും പിന്നെ പേരയില വെള്ളം ഇതൊക്കെ ഇപ്പം കുടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, മഞ്ഞൾ വെള്ളം, പേരയില വെള്ളം, മുക്കൂറ്റിയിട്ട വെള്ളം ഇതൊക്കെയാണ് ഞാനിപ്പം കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നല്ല ക്ഷീണമുണ്ട്. ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ വാരി വലിച്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം വീർത്ത് വരും. ഫുഡിൽ കൺട്രോൾ ചെയ്യുമ്പം നമ്മൾ മെലിഞ്ഞ് വരും കേട്ടോ. കുഴപ്പമില്ല, ഇച്ചിരി മെലിഞ്ഞാലും വേണ്ടിയില്ല. നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറിയാൽ മതി. പക്ഷേ വണ്ണം വളരെ മെലിയുമ്പോൾ ഒരു വൃത്തികേടൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പഴയ ആ ഒരു ഇതിലോട്ട് ഒന്ന് പോയിരുന്നെങ്കിൽ. പക്ഷേ അതൊന്നും ഇനിയിപ്പം നടക്കത്തില്ല. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് മുൻപോട്ട് പോകാൻ കേട്ടെന്ന് വെച്ചാൽ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മളിനിയിപ്പം ചെറുപ്പമായിട്ട് വരുമല്ല, വെച്ച് പ്രായമൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഫുഡിലൊക്കെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെയൊക്കെ നമുക്ക് മുൻപോട്ട് പോകാം കേട്ടോ. അപ്പോഴിതേ നമ്മുടെ കാർക്കൂന്തലൊക്കെ വീണ്ടും അഴിഞ്ഞൊക്കെ വരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം. ഞങ്ങൾ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ചെയ്ത് നോക്കി ചെയ്തോളൂ സുഖം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. ചെയ്യുന്നവരാണെങ്കിൽ അതും പറയണം. നിങ്ങൾക്ക് വ്യത്യാസമൊക്കെ കിട്ടിയവരാണെങ്കിൽ അതും പറയണം. എന്തായാലും നല്ല റിസൾട്ട് നമുക്ക് ഇതിനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടി ഇനി ഫോണൊക്കെയൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഒത്തിരി സമയം ഞാനൊന്ന് നിൽക്കട്ടെ കേട്ടോ. പിന്നെ രാവിലെയാ അടുക്കളയിൽ ഇനിയും കിടക്കുന്നു ജോലികൾ കുറച്ചൊക്കെ ആയതേ ഉള്ളൂ, ഇനിയും കിടക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് നാളെയും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും എല്ലാവരുടെയും വീടുകളിലിരുന്നു കേട്ടോ. പോട്ടെ.